ഏയ്, എപ്പോഴാണ് നമുക്ക് വളർച്ചയുണ്ടാകുന്നത്? വളർച്ചയുണ്ടാകുന്നത് മറ്റുള്ള ആളുകൾ നമ്മെ ഒരുപാട് സഹായിക്കുമ്പോഴാണോ നമുക്ക് വളർച്ചയുണ്ടാകുന്നത്? ഒരിക്കലുമല്ല. പല ആളുകളുടെയും തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹത്തിന് എന്നോട് എന്തോ വൈരാഗ്യമുണ്ട്. അദ്ദേഹം നിരന്തരം എന്നെ കുറ്റപ്പെടുത്തുന്നു, ഒറ്റപ്പെടുത്തുന്നു, നിരുത്സാഹപ്പെടുത്തുന്നു. എൻ്റെ വളർച്ചയുടെ എനിക്ക് വളർച്ച ലഭിക്കാത്തത് അദ്ദേഹം കാരണമാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി എന്തൊക്കെയോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ ആയിരിക്കും പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? എന്നാൽ നമ്മൾക്ക് മാറണമെങ്കിൽ, നമുക്ക് ഒരു വളർച്ചയുണ്ടാക്കണമെങ്കിൽ, നമ്മൾ സ്വയം വളരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഉൾത്തടങ്ങളിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങണം, അല്ലേ? നമുക്ക് നമ്മളെ മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് പരിഹരിച്ച് പരിഹ പരിഹ എന്ത് പരിഹ എന്താ പറയാ പരിഹാസത്തോടു കൂടി അവർ നമ്മെ നോക്കിക്കഴിഞ്ഞാലും, എന്തു തന്നെയാണെങ്കിലും നമുക്ക് യാതൊരു കുഴപ്പവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. അത് അദ്ദേഹം എന്താണോ പ്രവർത്തിക്കുന്നത് അത് അദ്ദേഹത്തിന് തന്നെ തിരികെ ലഭിക്കും എന്നൊരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ, ഉണർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരു മനസ്സ്, ഒരു മനസ്കത, ഒരു ഉണർവ് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വയം കണ്ടെത്തുക എന്നുള്ളതാട്ടോ.